ദൃശ്യം 3 ഇപ്പം OTT-യിൽ റിലീസ് ചെയ്തു. ട്രോൾ മഴയാണ്. ഓരോരോ സീനുകൾ എടുത്ത് കൃത്യമായിട്ട് ട്രോളുന്നുണ്ട്. ഇത് നമ്മൾ തിയേറ്ററിൽ ഈ സിനിമ കണ്ടതിന് ശേഷം എൻ്റെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞത് ഇതൊരു ആവറേജ് സ്റ്റഫേ ഉള്ളൂ. കാരണം പാളിപ്പോയി. കാരണം എൻ്റെ സ്ക്രിപ്റ്റേ പാളി. സെക്കൻഡ് ഹാഫിൽ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ ട്വിസ്റ്റ് ഒരു ബന്ധവും ഇല്ലാത്ത, കണക്ഷൻ ഇല്ലാത്ത ഒരു സീരിയൽ ടൈപ്പ് സാധനം എടുത്ത് ജിത്തു ജോസഫ് ഉള്ള പേര് കളഞ്ഞത് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ സിനിമ ഇത്രയും കളക്ഷൻ കിട്ടുന്നതിന് 2-3 ഫാക്ടേഴ്സ്. ഒന്ന്, ദൃശ്യം എന്ന് പറയുന്നതിന്റെ ഫ്രാഞ്ചൈസി. ദൃശ്യം 1 മാത്രമേ, ആദ്യത്തെ പാർട്ട് മാത്രമേ തിയേറ്ററിൽ വന്നുള്ളൂ. സെക്കൻഡ് പാർട്ട് വന്നില്ല. തേർഡ് പാർട്ട് എന്തായാലും എല്ലാ ഫാമിലി ഓഡിയൻസും പോയി കാണും. അതിൽ സംശയം വേണ്ട. 2, മോഹൻലാലിന്റെ സ്റ്റാർഡം. ആ സ്റ്റാർഡത്തിന് വെച്ചുകൊണ്ടാണ് 240 കോടി കളക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ സ്റ്റാർഡം തന്നെയാണ്. ആ സമയത്ത് സിനിമകളൊന്നും ഇല്ലാത്ത നല്ല ഗംഭീരമായിട്ട് അവർ കൃത്യമായിട്ട് റിലീസ് പ്ലാൻ ചെയ്ത് ഗംഭീരമായിട്ടാണ്. പിന്നെ ഇത് ട്രോൾ ചെയ്യാൻ അന്നേരം ഞാൻ പറഞ്ഞതാണ് സഹദേവൻ എന്ന് പറയുന്ന ക്യാരക്ടർ. എനിക്കൊന്ന് കലാഭവൻ ഷാജോന്റെ കരിയറിൽ തന്നെ ഏറ്റവും വേസ്റ്റ് ക്യാരക്ടർ സഹദേവൻ എന്ന് പറഞ്ഞത്. കണ്ണെല്ലാം ചോമിപ്പിച്ചില്ലേ, സായികുമാറിന്റെ കൂട്ട്, കുഞ്ഞിക്കുവിനുള്ള ക്യാരക്ടറിന്റെ കൂട്ട് ചുമ്മാ അലമ്പാക്കി. സിദ്ദിഖ് വളരെ മോശം ക്യാരക്ടർ പെർഫോമൻസ്. അതുപോലെ തന്നെ ബക്കറ്റ് സ്റ്റാർ നമ്മുടെ വീണ നായർ. ഇങ്ങനെ എല്ലാം ട്വിസ്റ്റിന് വേണ്ടി ഒരുപാട് മണ്ടത്തരങ്ങൾ കാണിച്ചുകൊണ്ടൊരു സിനിമ. പക്ഷെ ഈ സിനിമ ഈ കളക്ഷൻ കിട്ടിയപ്പം അന്ന് എനിക്കൊന്ന് ഒരുപാട് പേരും അസാധാരണ പടം, അതിഗംഭീര സിനിമ, ഒരു രക്ഷയില്ല, ഇതിനകത്ത് ഓരോ സീനുകളും നമ്മൾ ഇനി എടുത്തു വെച്ച് പഠിക്കണമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് യൂട്യൂബിൽ വീഡിയോസ് ഉണ്ട്. നമ്മൾ പറഞ്ഞത് ഇത് തന്നെയായിരുന്നു. ഇതിനകത്ത് ഉറപ്പായിട്ടും ഇത് OTT വരുമ്പോൾ ട്രോൾ മഴ തന്നെയാണ്. ഇപ്പോഴും അത് തന്നെയാണ്. കാരണം രണ്ടാമതൊന്ന് വാച്ച് ചെയ്യാൻ ദൃശ്യം 3 ഇല്ല. ഒരു ആവറേജ് സ്റ്റഫ്. ദൃശ്യം 1 എക്കാലത്തെ മികച്ച ക്ലാസ് ചിത്രങ്ങളിൽ ഒന്നാണെങ്കിൽ, ഈ ത്രില്ലർ മൂവികളിൽ ഒന്നാണെങ്കിൽ, ദൃശ്യം 2 2ാം സ്ഥാനം, 3ാം സ്ഥാനം ഏറ്റവും മോശമായ സ്ഥാനമുള്ളൂ ദൃശ്യം 3ക്ക്. ദൃശ്യം 4ഉം ദൃശ്യം 5 ഒന്നും എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരുപക്ഷെ കൊമേഴ്സ്യൽ അവർക്ക് പൈസ കിട്ടണമെന്ന് വേണമെങ്കിൽ, ജിത്തു ജോസഫിന് അല്ലെങ്കിൽ ആന്റണി പെരുമാന് പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ ദൃശ്യം 4 എടുത്താലും കിട്ടും, 5 എടുത്താലും കിട്ടും. കാരണം ബ്രാൻഡ് വാല്യൂ ഉണ്ട് 2 കാര്യങ്ങൾക്ക്, ദൃശ്യം ഫ്രാഞ്ചൈസിക്കും മോഹൻലാൽ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാവുള്ളൂ. ആ സിനിമ ദൃശ്യത്തിന്റെ അടുത്ത പാർട്ട് എടുത്ത് അതിന്റെ വില കളയരുതെന്നുള്ളൊരു അപേക്ഷ കൂടിയുണ്ട്.